തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPM ഇപ്പോൾ സജീവമായി പരിഗണിക്കുന്ന പേരാണ് ഹരിപ്പാട് മുൻ MLA കൂടിയായ TK ദേവകുമാറിൻ്റേത്. മറ്റു പല പേരുകളും ചർച്ചയായെങ്കിലും ദേവകുമാറിലേക്ക് തീരുമാനം എത്തിയതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള അടുപ്പം തന്നെയാണ്. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ദേവകുമാറിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് തന്നെയായിരിക്കും. ദേശീയ തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ PR നോക്കിയിരുന്നത് ദേവകുമാറിൻ്റെ മകൻ TD സുബ്രഹ്മണ്യം ഉൾപ്പെട്ട ഏജൻസിയായ കെയ്സനാണ്. 2024 സെപ്റ്റംബറിലെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം സ്വർണ്ണക്കടത്ത് പരാമർശം വിവാദമായതിന് പിന്നാലെ അദ്ദേഹം തന്നെയാണ് അത് വ്യക്തമാക്കിയത്. ദ ഹിന്ദു ദിനപത്രം പ്രസിദ്ധീകരിച്ച തൻ്റെ അഭിമുഖത്തിൽ താൻ പറയാത്ത കാര്യം ഉൾപ്പെടുത്തി എന്നായിരുന്നു മുഖ്യമന്ത്രി ആദ്യം നിലപാടെടുത്തത്. മലപ്പുറം ജില്ലയിലൂടെ നടക്കുന്ന സ്വർണ്ണ ഹവാല കേസുകളുടെ കണക്കുകൾ വിശദീകരിച്ചത് മുസ്ലിം വിഭാഗത്തിനെതിരായി എന്നുള്ള തരത്തിൽ വൻ വിവാദമായി വളർന്നതോടെയാണ് വിശദീകരണങ്ങൾ ഉണ്ടായത്. പറയാത്ത കാര്യം ഉൾപ്പെടുത്തിയെന്ന് പിന്നീട് ഏറ്റുപറഞ്ഞ ഹിന്ദു പത്രം, പക്ഷേ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നവർ എഴുതി നൽകിയ കണക്കുകളാണ് അഭിമുഖത്തിൽ ചേർത്തതെന്നും വിശദീകരിച്ചിരുന്നു. ഇതോടെയാണ് ഒപ്പമുണ്ടായിരുന്നവർ വെറും PR ഏജൻസിക്കാരല്ല, തൻ്റെ അടുപ്പക്കാരാണ് എന്ന് വിശദീകരിച്ച് മുഖ്യമന്ത്രി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. അഭിമുഖം നടത്താൻ ദ ഹിന്ദു പത്രത്തിന് താല്പര്യമുണ്ട് എന്ന് അറിയിച്ച് സമീപിച്ചത് മുൻ MLA ദേവകുമാറിൻ്റെ മകനാണ്. ചെറുപ്പം മുതൽ അറിയാവുന്ന ആളായതുകൊണ്ടും അയാളുടെ രാഷ്ട്രീയ നിലപാട് അറിയാവുന്നതുകൊണ്ടും സമ്മതിച്ചു. ഇങ്ങനെയാണ് ഹരിപ്പാട് മുൻ MLA ദേവകുമാറിനെയും മകനെയും കുറിച്ച് മുഖ്യമന്ത്രി അന്ന് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നത്. അഭിമുഖം നടക്കുമ്പോൾ സുബ്രഹ്മണ്യം മുഖ്യമന്ത്രിക്കൊപ്പം മുറിയിലുണ്ടായിരുന്നുവെന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ദേശീയ തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഇമേജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ സംഘത്തിൻ്റെ ജോലിയെന്നാണ് സൂചന. അതോടൊപ്പം മുസ്ലിം പ്രീണനമാണെന്ന ഭൂരിപക്ഷ സമുദായങ്ങളുടെ പരാതിയുടെ ആക്കം കുറയ്ക്കാനും മലപ്പുറം പരാമർശത്തിലൂടെ CPM ലക്ഷ്യമിട്ടിരുന്നു എന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു. എന്നാൽ കണക്കുകൂട്ടിയതിൽ അപ്പുറം വിവാദമായി കൈപ്പൊള്ളിയതോടെ പിന്നീട് പലവിധ വിശദീകരണങ്ങളിലൂടെ തലയൂരുകയായിരുന്നു. ഇതേ ദേവകുമാറിനെയാണ് ഈ നിർണായക ഘട്ടത്തിൽ ദേവസ്വം തലപ്പത്തേക്ക് എത്തിക്കുന്നത്. CPMഉം സർക്കാരും ആകെ പെട്ടു നിൽക്കുന്ന ശബരിമലയിലെ പ്രശ്നങ്ങളിൽ മുഖം രക്ഷിക്കുക എന്ന ഉദ്ദേശമാണ് നിലവിലെ ദേവസ്വം ഭരണസമിതിയെ നീക്കുക എന്നതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തൻ്റെ വിശ്വസ്തനെ തന്നെ അവിടെ ഇരുത്തുക എന്നതും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് എടുത്ത തീരുമാനം തന്നെയാണ്.